അലർജി, ആസ്മ തുടങ്ങി ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ 23 വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപ്പതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് CPM കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും ചേർന്ന് വ്യാപകമായി വയലുകൾ നികത്തുകയാണെന്ന് BJPയുടെ ആരോപണം. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയതായി BJP മെമ്പർമാരായ MV ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 2ാം വാർഡിൽ 3ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ CPIM നേതാവിന്റെ നെൽവയൽ ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് അനധികൃതമായി നിലം നികത്തിയിരുന്നു. നാട്ടുകാരുടെ പരാതി പ്രകാരം പോലീസ് എത്തിയാണ് മണ്ണടിച്ചിരുന്ന ലോറി പിടിച്ചെടുത്ത് മണ്ണെടുപ്പ് തടഞ്ഞത്. ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ച് സമരം നടത്തിയിരുന്നു. അതേസമയം 18ാം വാർഡിലും കോൺഗ്രസ് മെമ്പറുടെയും ഭർത്താവായ കോൺഗ്രസ് നേതാവിന്റെയും നേതൃത്വത്തിൽ വലിയ തോതിൽ നിലം നികത്തിയിട്ടുണ്ട്. ഇതിനെതിരെ CPIM പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിരുന്നു. സംഭവം വിവാദമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ CPIM കോൺഗ്രസ് മെമ്പർമാർ ഒത്തുതീർപ്പിലെത്തി വയലിൽ മണ്ണടിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട എന്ന് തീരുമാനമെടുത്തു. ഈ തീരുമാനത്തിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ BJP മെമ്പർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നു. ജലജീവന്റെ മണ്ണ്, ആ തീരുമാനം തെറ്റാണ്, ആ തീരുമാനം ദുരുദ്ദേശമാണ്, അത് അഴിമതിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാ വാർഡ് മെമ്പർമാരും ലെറ്റർ പേര് എഴുതിയിട്ട് ഭൂമി ഉടമയുടെ കയ്യിൽ നിന്ന് സാക്ഷ്യപത്രം വാങ്ങിച്ചിട്ട് അവരുടെ സ്ഥലത്തടിക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ പാടം നികത്താൻ പറഞ്ഞിട്ടില്ല, നെൽവയലുകൾ കൊണ്ട് മണ്ണടിക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ മണ്ണ് അടിച്ച് റിട്ടേൺ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി വേണം, മെമ്പർമാരെ ലെറ്റർ എഴുതി കൊടുക്കണമെന്നാണ് ആ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് മറയാക്കിക്കൊണ്ട് അവരേനെ ആ മെമ്പർമാരെ പോലും മറയാക്കിക്കൊണ്ട് അവരുടെ ലെറ്റർ പേരിന്റെ വരും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അറിഞ്ഞോ അറിയാതെയോ എന്നറിയില്ല അവരിതിന് കൂട്ടു നിന്നിട്ടുണ്ട്. അവരെ മറയാക്കിക്കൊണ്ടാണ് ഭൂമാഫിയകള് വയലുകൾ നികത്തിക്കൊണ്ടിരിക്കുന്നത്. പുറമെ പരസ്പരം സമരം ചെയ്ത് പരസ്പരം ചടിവാരി നടക്കുന്നവര് പഞ്ചായത്ത് മീറ്റിംഗിൽ അവരൊരു സഖ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഈ നിലനികത്തലിനെ രണ്ടുപേരും ഒരുപോലെ അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, നമ്മൾ അതിനെതിരെ നടപടി ആവശ്യപ്പെട്ടപ്പോൾ നമ്മള് ഈ പറഞ്ഞ മെമ്പർമാരെ ആരോപിക്കുന്നില്ല. കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാര് അവരുടെ സ്ഥലമാണ്, അതായത് 3ാം വാർഡ് മെമ്പർ ലെറ്റർ പാഡ് കൊടുത്ത് മണ്ണടിച്ചു എന്ന് പറഞ്ഞ സ്ഥലം, അത് CPMന്റെ 2ാം വാർഡിലെ പരപ്പ് ബ്രാഞ്ച് സെക്രട്ടറിയുടെ സ്ഥലമാണ്. കോൺഗ്രസും CPIM ചേർന്നുള്ള ഇന്ത്യ സഖ്യം ജൽജീവൻ പദ്ധതിയുടെ മറവിൽ ഭൂമാഫിയയ്ക്ക് വേണ്ടി നിലം നികത്താൻ കൂട്ടുനിൽക്കുകയാണെന്നും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് പരാതി നൽകുമെന്ന് BJP മെമ്പർമാർ പറഞ്ഞു. വയൽ നികത്തുന്നതിനെതിരെ ജില്ലാ കലക്ടർ, RDO എന്നിവർക്കും പരാതി നൽകിയതായും ഇവർ അറിയിച്ചു. അഴിമതി നടത്തുവാനുള്ള CPIM കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പ്രതിഷേധ സമര പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് MV ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ അറിയിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ BJP സംസ്ഥാന കമ്മിറ്റി അംഗം E ചന്ദ്രൻ, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് ബാബു ആദൂർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.